ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുളസി പറയുന്നു, നമ്മൾ സത്യം പറഞ്ഞാലും അവര് വിശ്വസിക്കത്തില്ല, അതവരുടെ തലയിൽ കയറണ്ടേ. മീനാക്ഷി പറയുന്നു, സരോഗേറ്റ് മദർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല എന്ന് വരും. ഞാൻ ഒരാൾക്ക് വേണ്ടി എന്റെ ഗർഭപാത്രം വാടകയ്ക്ക് നൽകി. ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുകയോ ഒപ്പം താമസിക്കുകയോ ചെയ്തിട്ടില്ല. അയാളുടെ നാടോ വീടോ എന്തിന്, ശരിക്കുള്ള പേര് പോലും എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ എന്ന് പറഞ്ഞാലും സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. ആശുപത്രിയിൽ പോയി കുത്തിവെപ്പ് എടുത്തിട്ട് എല്ലാം നടന്നേന്ന് പറയണം, അതാണല്ലോ സത്യം. തുളസി പറയുന്നു, എനിക്കിതൊക്കെ നാട്ടുകാരോട് പറയാൻ വലിയ ബുദ്ധിമുട്ടാ. വിശദ വിവരം ചോദിക്കുന്നവരോടെ ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ പറയാം. നീ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞ കാര്യം മനസ്സിലാക്ക്. മീനാക്ഷി പറയുന്നു, അത് മതി അച്ഛ, ചോദിക്കുന്നവരോടൊക്കെ ഞാൻ തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിന്റെ പേരില് അച്ഛൻ ആരുടെയും മുമ്പില് തലകുനിച്ചു നിൽക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് അച്ഛൻ ഉണ്ടാകുന്നതിലും പ്രയാസം എനിക്കാ. തുളസി പറയുന്നു, കൂടുതലും അയൽക്കാരായ സ്ത്രീകളാ ചിക്കി ചികഞ്ഞ വിവരം ചോദിക്കുന്നത്. അവരോട് നീ എന്തെങ്കിലും പറ. പക്ഷെ ആണുങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും? മീനാക്ഷി പറയുന്നു, അവരുടെ വീട്ടിലും പെണ്ണുങ്ങൾ ഉണ്ടാകില്ലേ, അവരിവിടെ വന്ന് എന്നോട് ചോദിക്കട്ടെ. നമ്മൾ 100 കള്ളം പറയുന്നതിൽ നല്ലത് ഉള്ള സത്യം തുറന്നു പറയുന്നതാണച്ച. ഇത് കേട്ട് തുളസി അവിടെ വന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത്, പുറത്തേക്ക് വന്ന ഒരു ചേട്ടൻ ഉറക്കെ ചോദിക്കുന്നു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ വീട്ടുകാരെ? തുളസി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, ആളുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ വന്ന് കയറുന്നത് ഞാൻ കണ്ടായിരുന്നു. തിരക്ക് കഴിഞ്ഞ് വന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. തുളസി ചോദിക്കുന്നു, ആരാണ്? മനസ്സിലായില്ലല്ലോ. ആ ചേട്ടൻ പറയുകയാണ്, അയൽപക്കത്തുകാരനാ, ദാ ആ കാണുന്ന റോഡിന്റെ നേരെ അപ്പുറത്ത്. തുളസി ചോദിക്കുന്നു, പേരെങ്ങനാ? ആ ചേട്ടൻ പറയുന്നു, എന്റെ പേര് ഗോവിന്ദൻ എന്നാ. കുറച്ച് കളരിയും മർമ്മവും വൈദ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നെ ഗോവിന്ദനാശാൻ എന്ന് വിളിക്കും. തുളസി പറയുന്നു, അത് കൊള്ളാം, ഇങ്ങോട്ട് കയറി വന്നാട്ടെ, ഇരുന്നാട്ടെ. അവിടേക്ക് ഇരുന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു, നിങ്ങളുടെ അടുക്കിപ്പുറക്കൊക്കെ കഴിഞ്ഞോ? തുളസി പറയുകയാണ്, എവിടുന്ന്? എല്ലാം ഒന്ന് ശരിയായി വരണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയും. ഗോവിന്ദൻ പറയുന്നു, അത് ശരിയാ, ഒരു വീട് മാറി താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? പേര് ചോദിക്കാൻ മറന്നു, പേരെന്തുവാ? എന്നതാ ജോലി? തുളസി പറയുന്നു, എന്റെ പേര് തുളസീധരൻ നായർ. ജോലി ഈ സ്ഥലക്കച്ചവടവുമായിട്ടൊക്കെ. അങ്ങനെ ഗോവിന്ദൻ പറയുന്നു, സ്ഥലക്കച്ചവടം നല്ലതാ, ഒരു സ്ഥലം വിറ്റുപോയാൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുമല്ലോ. തുളസി പറയുന്നു, നടന്നു കിട്ടിയാലായി. ഗോവിന്ദൻ പറയുന്നു, ഇവിടെ ആരൊക്കെയുണ്ട്? എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട കൊള്ളാമായിരുന്നു. തുളസി പറയുന്നു, ഇവിടെ ഞാനും ഭാര്യയും 2 പെൺമക്കളും മാത്രമേ ഉള്ളൂ. പ്രസന്നെ ഇങ്ങോട്ട് വന്നേ. പ്രസന്ന അവിടേക്ക് വരുമ്പോൾ തുളസി പറയുന്നു, ഇതാണ് എന്റെ ഭാര്യ പ്രസന്ന. ഗോവിന്ദൻ പുഞ്ചിരിച്ച് കൈകൂപ്പുമ്പോൾ തുളസി പറയുന്നു, പെൺമക്കളിൽ മൂത്തത് മീനാക്ഷി, ഇളയത് മഞ്ജിമ. ഗോവിന്ദൻ ചോദിക്കുന്നു, അല്ല, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? വന്നപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തോണ്ടിറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇളയാള് പഠിക്കുകയായിരിക്കും അല്ലേ? തുളസി പറയുന്നു, അതെ, നേഴ്സിംഗിന് ബാംഗ്ലൂര്. അത് നന്നായി എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ തുളസി ചോദിക്കുന്നു, ഗോവിന്ദനാശാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഗോവിന്ദൻ പറയുന്നു, ഞാനും എന്റെ ഭാര്യയും. മോളെ കെട്ടിച്ചു വിട്ടു. ഭാര്യയുടെ പേര് സീത. തുളസി പറയുന്നു, പ്രസന്നെ ചായ എടുക്ക്. പ്രസന്ന ചായ എടുക്കാനായി പോകുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നു, അല്ല, ഇവിടെ വന്ന് താമസിക്കാൻ എന്നതാ കാര്യം? ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? തുളസി പറയുന്നു, മൂവാറ്റുപുഴയിലായിരുന്നു താമസം, അവിടെ വാടക കൂടുതലാ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, വട്ടക്കാട്ടുപടി. ഗോവിന്ദൻ പറയുന്നു, കൊള്ളാം, ഇവിടെ ഞങ്ങൾ 4-5 വീട്ടുകാരുണ്ട്. നല്ല ഐക്യവും സഹകരണവും സ്നേഹവും എല്ലാം ഉള്ളവരാണ്. വലിയ കാശുകാരുമല്ല, തീരെ പാവപ്പെട്ടവരുമല്ല. എന്താവശ്യത്തിനും എപ്പോ വിളിച്ചാലും വന്ന് സഹായിക്കും. വിശേഷിച്ച് എന്തെങ്കിലും ഒരു വീട്ടിലുണ്ടാക്കിയാൽ അതിന്റെ ഒരു പങ്ക് എല്ലായിടത്തും കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ. തുളസി പറയുന്നു, അങ്ങനെയാണ് വേണ്ടത്. ഗോവിന്ദൻ പറയുന്നു, അപ്പോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് തുളസി പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, ഓ വേണ്ടെന്നേ, ഞാൻ ചായ ഒരെണ്ണം കുടിച്ചേച്ചാ ഇങ്ങോട്ട് ഇറങ്ങിയത്. തുളസി പറയുന്നു, എന്നാലും ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഗോവിന്ദൻ പറയുന്നു, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. എനിക്ക് മർമ്മ ചികിത്സയും പൊടി വൈദ്യവും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ സുക്കേടുകൾക്കും ഒടിവിനും ഊക്കിനും ചതവിനും ഒക്കെ ചികിത്സിക്കും. പ്രസന്ന ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അത് കുടിച്ചു നോക്കിയിട്ട് ഗോവിന്ദൻ പറയുന്നു, ആഹാ, നല്ല ചായ, കൈപുണ്യം. പിന്നീട് കാണിക്കുന്നത്, ചായക്കടയിലേക്ക് വന്ന സുഗുണനോട് ഒരു ചേട്ടൻ ചോദിക്കുന്നു, പുതിയ താമസക്കാരെ പരിചയപ്പെട്ട സുഗുണ? സുഗുണൻ പറയുന്നു, പരിചയപ്പെട്ടില്ല, അകലെ വെച്ച് കണ്ടു. ആ ചേട്ടൻ പറയുകയാണ്, കെട്ടിക്കാത്ത 2 പെൺപിള്ളേരുണ്ടെന്നാ കേട്ടത്. ആ നിലയ്ക്ക് നീ അടുത്തു കൂടേണ്ടതാണല്ലോ, എന്നോ പറ്റി അകലെ നിന്ന് കളഞ്ഞത്? സുഗുണൻ പറയുന്നു, ഞാൻ ആ തന്തേം തള്ളെ മാത്രമേ കണ്ടുള്ളൂ, പെൺപിള്ളേരും കാണുമായിരിക്കും. അവിടേക്ക് വന്ന ഗോവിന്ദൻ പറയുന്നു, എടാ പ്രാഞ്ചി, തുളസീധരൻ നായരും ഭാര്യയും 2 പെൺമക്കളുമാ പുതിയ താമസക്കാര്. പക്ഷേ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞതാ, 3 മാസം പ്രായമുള്ള ഒരു കൊച്ചുണ്ട്. സുഗുണൻ ചോദിക്കുന്നു, മൂത്ത മോൾക്ക് ഭർത്താവും കാണുമല്ലേ? പ്രാഞ്ചി പറയുകയാണ്, ആശാൻ തന്നെ പറ, എവിടെ ചെന്നാലും ഇവന് 2 തല്ല് കിട്ടുന്നതിൽ അത്ഭുതം വല്ലതും ഉണ്ടോ? 3 മാസം പ്രായമുള്ള ഒരു കൊച്ചുണ്ടെന്ന് പറയുമ്പോൾ ഭർത്താവ് ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ സുഗുണ? സുഗുണൻ പറയുന്നു, അത് ശരിയാ, അല്ല, ഭർത്താവ് കൂടെ വന്നിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഗോവിന്ദൻ പറയുന്നു, എടാ, പ്രസവം കഴിഞ്ഞ മോളെയും കുഞ്ഞിനെയും ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചു കാണത്തില്ല, അതുകൊണ്ടല്ലേ സ്വന്തം വീട്ടുകാരുടെ കൂടെ വന്നത്. പ്രാചി പറയുന്നു, വന്നു കയറുമ്പോഴേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിക്കി ചികഞ്ഞു ചോദിക്കാൻ പറ്റുമോ? അത് വല്ലതും ഇവൻ അറിയുമോ ആശാനെ? സുഗുണം പറയുന്നു, എന്തായാലും കെട്ടിക്കാത്ത ഒരെണ്ണം ഉണ്ടല്ലോ, അത്രയും സമാധാനം. ഗോവിന്ദൻ പറയുന്നു, പ്രാഞ്ചി ഒരു ചായ, കടുപ്പം കൂട്ടി മധുരം കുറച്ച്. പ്രാഞ്ചി പറയുന്നു, ആശാന്റെ ഭാഗമൊക്കെ എനിക്കറിയാലോ, ഇപ്പൊ എടുക്കാം. പിന്നീട് കാണിക്കുന്നത്, അടുക്കളയുടെ വാതിലിന്റെ അരികിൽ നിൽക്കുന്ന പ്രസന്നയെ കാണുകയാണ് ഫിലോമിന. പുഞ്ചിരിച്ച് അരികിലേക്ക് വന്ന ഫിലോമിന പറയുന്നു, ഞാൻ ഈ തൊട്ട അയൽപക്കത്ത് താമസിക്കുന്നതാ. ഗോവിന്ദനാശാന്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തടുത്താ. പ്രസന്ന പറയുന്നു,
ഞങ്ങൾ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ആരെ അറിയില്ല. ഫിലോമിന പറയുന്നു എന്റെ പേര് ഫിലോമിനെന്നാ, പേരെന്നതാ? പ്രസന്ന പേര് പറയുമ്പോൾ ഫിലോമിന ചോദിക്കുന്നു 2 പെൺമക്കളാണല്ലേ? ഇവിടെ ആരോ പറയുന്നത് കേട്ടു ഒരു കൊച്ചുണ്ടല്ലേ? പ്രസന്ന പറയുന്നു 2 പെൺമക്കളാ, മീനാക്ഷിയും മഞ്ജിമയും. ഫിലോമിന ചോദിക്കുന്നു ആർക്കാ കൊച്ചുള്ളത്? പ്രസന്ന പറയുന്നു മീനാക്ഷിക്ക, ഇളയവള് പഠിക്കുക ബാംഗ്ലൂര് നഴ്സിംഗിന്. ഫിലോമിന പറയുന്നു അതും ആരാണ്ട് പറയുന്നത് കേട്ടു, 2 പേരെ ഒന്ന് വിളിച്ചേ കാണട്ടെ. ഇവിടെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ വലിയ കൂട്ടാ, ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരും അങ്ങനെയായിരുന്നു. ചേച്ചി കയറി വന്ന പ്രസന്ന പറയുമ്പോൾ ഫിലോമിന പറയുകയാണ് പിന്നെ എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട കേട്ടോ, ഫിലോമിന എന്ന് വിളിച്ചാ മതി. ഫിലോമിന അകത്തേക്ക് കയറി വരുമ്പോൾ പ്രസന്ന പറയുന്നു ഇരിക്ക്. അവിടേക്കിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ഫിലോമിന ചോദിക്കുകയാണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചോ? പ്രസന്ന പറയുന്നു ഒരുമാതിരി അവിടെ ഇവിടെയായിട്ടൊക്കെ ഒതുക്കി, എല്ലാം ഒന്ന് ശരിയാകണമെങ്കിൽ കുറച്ചു ദിവസം വേണ്ടി വരും. ഫിലോമിന പറയുന്നു പിള്ളേരെ ഒന്ന് വിളിക്കുമോ, കണ്ടിട്ട് പോകാലോ? പ്രസന്ന പറയുന്നു ശരി. മോളെ മീനു, മഞ്ജു, ഫിലോമിന ചോദിക്കുകയാണ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു? മൂവാറ്റുപുഴ എന്ന് പ്രസന്ന പറയുമ്പോൾ ഫിലോമിന ചോദിക്കുന്നു അവിടെയാണോ നാട്? പ്രസന്ന പറയുന്നു കോടയത്തൂര്, തൊടുപുഴയ്ക്കപ്പുറം. അവിടേക്ക് വന്ന മീനാക്ഷി ചോദിക്കുകയാണ് എന്താ അമ്മേ? മീനാക്ഷിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പ്രസന്ന പറയുന്നു ഇത് അയൽപക്കത്തെ ചേച്ചിയാ ഫിലോമിന, നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, പരിചയപ്പെടാനേ. അടുത്താണോ വീടെന്ന് മീനു ചോദിക്കുമ്പോൾ ഫിലോമിന പറയുന്നു തൊട്ട അയൽപക്കമാ. ഇളയവൾ എന്തിയെ? മീനാക്ഷി പറയുന്നു അവള് കുത്തിയിരുന്ന് പഠിക്കുക, അവൾക്ക് അടുത്ത ആഴ്ച എക്സാം ഉണ്ട്. ഇപ്പൊ ഈ വീട് മാറ്റമൊക്കെ ആയിട്ട് കുറെ ദിവസം അവൾക്ക് മിസ്സായി. ഫിലോമിന പറയുന്നു എന്നാ പിന്നെ ശല്യപ്പെടുത്തണ്ട, ഇനി കാണാലോ. മോളുടെ കൊച്ചിനെ ഒന്ന് കണ്ടോട്ടെ, എനിക്ക് കുഞ്ഞു പിള്ളേരെന്ന് വെച്ചാൽ ജീവനാ. മീനാക്ഷി കുഞ്ഞിനെ എടുക്കാനായി പോകുമ്പോൾ ഫിലോമിന ചോദിക്കുന്നു ഇവിടെ തൊട്ടിലൊക്കെ ഉണ്ടോ? പ്രസന്ന പറയുന്നു ഉണ്ട്. ഫിലോമിന ചുറ്റും നോക്കുകയാണ്. പ്രസന്ന ടെൻഷനോടുകൂടി ഫിലോമിനയെ ശ്രദ്ധിക്കുകയാണ്. മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് അരികിലേക്ക് വരുമ്പോൾ വാട ചക്രയെന്ന് പറഞ്ഞ കുഞ്ഞിനെ എടുത്ത് ഫിലോമിന പറയുകയാണ് സുന്ദരി കുട്ടി, എന്നടി നോക്കുന്നത്, കണ്ടിട്ടില്ലല്ലോ എന്നല്ലേ, ഇനി നമുക്ക് എന്നും കാണാം കേട്ടോ സുന്ദരി പെണ്ണെ. എത്ര മാസമായി? മീനു പറയുന്നു 3 മാസം കഴിഞ്ഞു. ഫിലോമിന ചോദിക്കുന്നു എന്നടി ചക്രക്കുട്ടി, നിന്റെ പേരെന്താടി തക്കുടു? മീനു പറയുന്നു കല്യാണി എന്ന പേരിട്ടിരിക്കുന്നത്, വായി വരുന്ന പേരെല്ലാം വിളിക്കും. ഫിലോമിന ചോദിക്കുന്നു അപ്പൊ കല്യാണിക്കുട്ടിയാണോ ഇത്? കല്ലുമോളാണോടി? എടി ചക്കരെ, പഞ്ചാരക്കുട്ടി. അങ്ങനെ ഫിലോമിന കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മീനാക്ഷി കുഞ്ഞിനെ വാങ്ങുമ്പോൾ ഫിലോമിന പറയുകയാണ് മോളുടെ കെട്ടിയോനെ കണ്ടില്ലല്ലോ, ദൂരെങ്ങാണോ ജോലി? എവിടെയാ, എന്ത് ജോലിയാ? പ്രസന്ന പറയുന്നു അത് ജോലി ദൂരെ. മീനാക്ഷി പറയുകയാണ് എനിക്ക് ഭർത്താവില്ല ചേച്ചി. ഇത് കേട്ട് ഞെട്ടി ഫിലോമിന ചോദിക്കുന്നു ഭർത്താവില്ലെന്നോ? അയ്യോ എന്നോ പറ്റി, മരിച്ചുപോയോ? മീനു പറയുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടായ കുഞ്ഞല്ല ഇവള്. അമ്പരെന്ന് ഫിലോമിന ചോദിക്കുന്നു ഇത് എന്നെ ഈ പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നോ? പിന്നെ എങ്ങനെയാ ഈ കുഞ്ഞ്? മീനാക്ഷി പറയുന്നു മക്കളില്ലാത്ത ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി ഞാൻ പ്രസവിച്ച കുഞ്ഞാണിത്, അവര് വരുമ്പോൾ കൊടുത്തയക്കണം, അത്രേ ഉള്ളു കാര്യം. ഇത് കേട്ട് ഫിലോമിന അന്തം വിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി. ഫിലോമിന പറയുന്നു എനിക്കൊന്നും മനസ്സിലായില്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ? ഞാൻ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ട്? പ്രസന്ന പറയുന്നു അല്ല, അവള് പറഞ്ഞത് സത്യമാ. കൊടയത്തൂരിലായിരുന്നു ഞങ്ങളുടെ വീട്, സ്വന്തം വീടും കൊള്ളാവുന്ന ഒരു ജൗളിക്കടയൊക്കെ ഉണ്ടായിരുന്നു. വീടും ജൗളിക്കടയും ഒരു രാത്രി തീ പിടിച്ച് കത്തി നശിച്ചുപോയി. എന്റെ മൂത്ത മോനും ആ തീപിടുത്തത്തിൽ മരിച്ചു, പത്രത്തിലുണ്ടായിരുന്നു. ഫിലോമിന പറയുന്നു എനിക്കറിയാം, ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ പത്രത്തില് തീ പിടിച്ച കടയുടെ പടവും വാർത്തയും മരിച്ചയാളുടെ ഫോട്ടോയും എല്ലാം ഉണ്ടായിരുന്നു. പ്രസന്ന പറയുന്നു ആ സമയത്താ ബാംഗ്ലൂരിലുള്ള ഒരു വലിയ കോടീശ്വരന്റെ ആള് വന്ന് പറഞ്ഞത് അവരുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണമെന്ന്, 20 ലക്ഷം രൂപ തരുമെന്ന്. അതെങ്ങനെ സാധിക്കുമെന്ന് ഫിലോമിന ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് ആശുപത്രിയിൽ പോയി ഒരു കുത്തിവെപ്പ് എടുത്താ മതി. അന്ന് ഞങ്ങള് എല്ലാം നശിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുക, ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലായിരുന്നു. പക്ഷെ മീനു കുടുംബം രക്ഷിക്കാൻ വേണ്ടി ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചു. സരോഗസീന ഇംഗ്ലീഷിൽ ഇതിന്റെ പേര്. ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ കുഞ്ഞിനെ ജനിപ്പിക്കുക. ഫിലോമിന പറയുന്നു എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ? പ്രസന്ന പറയുന്നു ശരിയാ, പക്ഷെ അതുകൊണ്ടാ ഞങ്ങളിപ്പം ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിക്ക് മേലെ കാണത്തില്ലായിരുന്നു. ഫിലോമിന ചോദിക്കുന്നു 3 മാസമായിട്ടും അവര് കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നില്ലേ? നമ്മള് വളർത്തി വലുതാക്കിയിട്ട് കൊടുക്കണോ? പ്രസന്ന പറയുന്നു 3 മാസം തികയുമ്പോൾ അവര് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നതാ. അതിനിടയ്ക്ക് ഒരു കാർ അപകടത്തിൽപ്പെട്ട് ആ ഭാര്യ മരിച്ചുപോയി. ഭർത്താവ് ഐസിയുലാ, ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഫിലോമിന പറയുന്നു ഇതിപ്പോ മാര് കേട്ടാലും തോന്നും കെട്ടുകഥയാണെന്ന്. പ്രസന്ന പറയുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ കള്ളം പറയാം, ഭർത്താവ് ഗൾഫിലാണെന്നോ അല്ലെങ്കിൽ മരിച്ചുപോയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ എന്റെ മോള് കള്ളം പറയാൻ തയ്യാറല്ല, സത്യമേ പറയാവുള്ളൂന്ന് അവൾക്ക് നിർബന്ധമാ. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ ഭാര്യ സീതയോട് മരുന്നുകൾ പൊടിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. മിക്സി പൊടിച്ചാ പോരെന്ന് സീത ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ് പോരാ, നാട്ടുമരുന്നുണ്ടാക്കുന്നതിന് അതിന്റേതായ ചിട്ടയും മുറയൊക്കെ ഉണ്ട്. ഈ സമയം സീതമ്മയെന്ന് വിളിച്ച് ഫിലോമിനെ അവിടേക്ക് വരികയാണ്. ഗോവിന്ദനാശാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ ചോദിക്കുന്നു എന്തോ ഫിലോമിനെ, വല്ല ഉളുക്കോ ചതവോ വല്ലതും പറ്റിയോ? ഫിലോമിന പറയുന്നു അഥവാ പറ്റിയാലും കളരിയും മർമ്മവും ചികിത്സ അറിയുന്ന ഗോവിന്ദനാശാൻ ഉണ്ടല്ലോ അയൽപക്കത്ത്, പിന്നെ എന്നോ പേടിക്കാനാ? സീത പറയുന്നു ഫിലോമിനയുടെ കാര്യത്തിൽ ഉളുക്ക് വീണാലും അത് നാക്കിനായിരിക്കും. ഫിലോമിന പറയുന്നു ഒന്ന് പോ ചേച്ചി, ഞാൻ അങ്ങനെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയില്ല, പക്ഷെ കണ്ടത് പറയും, അതിനെന്നെ ഇത്ര പേടിക്കാനുള്ളത്? സീത ചോദിക്കുന്നു അതെന്താ, പുതിയ കാഴ്ച വല്ലതും ഫിലോമിന കണ്ടോ? ഫിലോമിന പറയുന്നു കാണുകയും ചെയ്തു കേൾക്കുകയും ചെയ്തു, ഞാൻ നമ്മുടെ പുതിയ താമസക്കാരുടെ കാര്യമാ പറയുന്നത്. ഗോവിന്ദനാശാൻ കണ്ടായിരുന്നോ അവരെ? എന്നിട്ട് എന്നോ തോന്നി? എനിക്ക് എന്ത് തോന്നാനെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ഫിലോമിന
ഫിലോമിന പറയുകയാണ് ആ മൂത്ത പെണ്ണിനെ ഒരു കൈക്കുഞ്ഞുണ്ട്, കാണാനൊക്കെ നല്ല കൊച്ചാ, പക്ഷെ ആ പെണ്ണിനെ കെട്ടിച്ചതല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? സീത പറയുന്നു മനസ്സിലായി ഫിലോമിനെ. ആ കുട്ടി ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തെന്നോ ഏതാണ്ടൊക്കെ സരോജിനി ചേച്ചിയാ കഥകളൊക്കെ എന്നോട് പറഞ്ഞത്. ഫിലോമിന പറയുകയാണ് ചുമ്മാ നുണ, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണോ? അബദ്ധം പറ്റിയത് തന്നെയാ, കാരണക്കാരൻ പൊടിയും തട്ടി സ്ഥലം വിട്ട് കാണുവന്നേ, എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഒരു കള്ളക്കഥ. ഗോവിന്ദൻ പറയുന്നു ആ പെൺകുട്ടിയെ കണ്ടാൽ മനസ്സിലൊരു കളങ്കം ഉള്ളതായി തോന്നുകയില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ അങ്ങനെ മുഖം തൊട്ട് നഖം വരെ നോക്കി സ്വഭാവവും പ്രകൃതവും കണ്ടുപിടിക്കാനുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഫിലോമിന ചോദിക്കുന്നു ഓ പെണ്ണുങ്ങൾ വഴിതെറ്റി നടന്നിട്ട് വയറ്റിലുണ്ടാകുന്നതിന് എന്നതാ പ്രത്യേക ശാസ്ത്രം? അതൊക്കെ ലോക ആരംഭത്തൊട്ടേ ഉള്ളതാ, പക്ഷെ അതിന് ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു കേൾക്കുന്നത് ആദ്യമാ. ഇത് കേട്ട് സീത പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഒന്ന് പതറി ഫിലോമിന ചോദിക്കുന്നു സരോജിനി ഇപ്പം വീട്ടിൽ കാണുമോ? അങ്ങനെ ഫിലോമിന അവിടെ നിന്ന് പോകുമ്പോൾ സീത പറയുകയാണ് ഫിലോമിനയ്ക്ക് ഒരാഴ്ചത്തേക്ക് പറഞ്ഞു നടക്കാനുള്ള കഥ കിട്ടി. ഗോവിന്ദൻ പറയുന്നു ദേ നീ ഇതൊക്കെ ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി കളഞ്ഞേക്കണം, യാതൊരു അഭിപ്രായവും പറയാൻ പോകണ്ട. സീത പറയുന്നു ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ. ഗോവിന്ദൻ പറയുകയാണ് എന്നാൽ ഇതൊക്കെ പറക്കിയെടുത്ത് പൊടിക്കാൻ നോക്ക്. പിന്നീട് കാണിക്കുന്നത് തുളസി പ്രസന്നയോട് പറയുന്നു മഴ പെയ്യുമെന്നാ കാലാവസ്ഥക്കാര് പറയുന്നത്, പത്രത്തിൽ കണ്ടതാ, നീ ആ കുടയും കൂടി ഇങ്ങോട്ട് എടുത്തോ, ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നൊരു നല്ല കച്ചവടം നടക്കും. ഒരു പ്രോപ്പർട്ടി അങ്ങനെ വില പറഞ്ഞ അടുത്ത് നിൽക്കുക. ഈ സമയം തുളസിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചന്ദ്രമോഹൻ. കോള് കണ്ട് സന്തോഷത്തോടു കൂടി തുളസി പറയുന്നു എടി ചന്ദ്രമോഹന. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് തുളസി പറയുകയാണ് ഹലോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്റെ നമ്പറൊക്കെ മായച്ചു കളഞ്ഞു കാണുമെന്ന്. ചന്ദ്രമോഹൻ പറയുന്നു അങ്ങനെ മായച്ചു കളയാവുന്ന ബന്ധമാണോ തുളസി ചേട്ടാ നമ്മൾ തമ്മിലുള്ളത്? തുളസി പറയുന്നു ഓ നമ്മുടെ കുടുംബക്കാര് തമ്മിൽ സംബന്ധമൊന്നും നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് വേണേൽ മായ്ക്കുകയും ചെയ്യാം. അതിരിക്കട്ടെ സാറിപ്പോ എവിടാ? ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ എന്റെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട്. ചേട്ടനല്ലേ സ്ഥലം മാറിപ്പോയത്? തുളസി പറയുന്നു അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുതേ ചന്ദ്രമോഹൻ സാറേ, ഇപ്പൊ എന്തിനാ വിളിച്ചത്? ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടന്റെ പുതിയ താമസ സ്ഥലം എവിടാണെന്ന് അറിയണം, അഡ്രസ്സും അവിടേക്ക് എത്താനുള്ള വഴിയും പറഞ്ഞു തരണം. തുളസി പറയുന്നു അത് രണ്ടും പറഞ്ഞു തരാം, പക്ഷേ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി അറിയണ്ടേ? വെറുതെ വീട്ടിൽ വന്ന് ലോഹ്യം ചോദിച്ച് തിരിച്ചു പോകാനാണെങ്കിൽ മെനക്കെടണമെന്നില്ല, എനിക്ക് വേറെ പണിയുണ്ട്. ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടൻ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് എനിക്കും പറയാം, പക്ഷെ അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അത് കൃത്യസമയത്ത് പൂർത്തിയായില്ല. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഞങ്ങൾ കരാറിൽ നിന്ന് പിന്മാറിയിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. തുളസി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷിയുടെ കുഞ്ഞിന്റെ കാര്യം തന്നെ, അതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ, നമുക്ക് നേരിൽ കണ്ട് വിശദമായിട്ട് സംസാരിക്കാം, അതിനാ അഡ്രസ് ചോദിച്ചത്. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് മീനാക്ഷി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.